ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. SLC +2 +1 വിദ്യാർത്ഥികൾ പബ്ലിക് എക്സാമിന് വേണ്ടി നിൽക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 90% കൂടുതൽ മാർക്ക് മേടിച്ചു തരുന്ന ഒരു പക്ക സ്റ്റഡി പ്ലാൻ, പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങണം, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 1.5 മാസം 40-45 ദിവസങ്ങൾ മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇന്ന് മുതൽ നിങ്ങളുടെ പബ്ലിക് എക്സാമിനുള്ളൂ. അപ്പോൾ ഏതൊരു സ്റ്റേറ്റിൽ നിൽക്കുന്നവരാണെങ്കിലും, ഉഴപ്പനാണെങ്കിലും, ബിലോ ആവറേജ് ആണെങ്കിലും, നന്നായിട്ട് പഠിച്ച വിദ്യാർത്ഥികൾക്ക് വരെ ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, ഉപകാരപ്പെടും. അപ്പോൾ മറക്കണ്ട, ഇത്തരത്തിലുള്ള ടിപ്സിനും ട്രിക്സിനും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ ഈ വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കുക. ഓക്കെ, അതിലൊന്നാമത്തെ കാര്യം ഫസ്റ്റ് റൈറ്റ് മൈൻഡ് സെറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ പഠനം, ഈ ബുക്കുകളൊക്കെ എടുത്ത് അല്ലെങ്കിൽ യഥാർത്ഥ പഠനം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിൽ നിൽക്കുന്നതെങ്കിലും ഈ റൈറ്റ് മൈൻഡ് സെറ്റ്, അതായത് വിദ്യാർത്ഥികളെന്ന നിലയിൽ ഈ പബ്ലിക് എക്സാമിന് 1.5 മാസം കഴിഞ്ഞ് നിൽക്കുന്ന പബ്ലിക് എക്സാമിന് എങ്ങനെ റെഡിയാകാം എന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം റൈറ്റ് മൈൻഡ് സെറ്റ് ആണ്. എന്താണ് മക്കളെ, നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിക്കുക. നിങ്ങളൊന്നും പെർഫെക്റ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് എവറിത്തിങ് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ ആരെ കൊണ്ടും പറ്റുകയുമില്ല, സ്വാഭാവികമാണ് പഠിക്കുന്ന സമയത്ത്. സോ എന്ത് ചെയ്യുക, ജസ്റ്റ് തുടങ്ങുക എന്നുള്ളതാണ്. ആ പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടി കാത്തിരിക്കേണ്ട. എന്നിട്ട് എന്താ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ജസ്റ്റ് മാർക്കിന് വേണ്ടി മാത്രം അവസാന സമയത്ത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ പഠിക്കുന്നവരെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ മാർക്ക് കിട്ടുമായിരിക്കും, അത് കഴിഞ്ഞ് കുത്തുവാള എടുത്ത് എന്ത് ചെയ്യും, പുറത്ത് ഇറങ്ങിയാൽ ഡിഗ്രിക്കും അല്ലാതെയൊക്കെ നിൽക്കേണ്ടി വരും. ആ മൈൻഡ് സെറ്റ് കൂടി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. മറ്റൊന്ന്, ഈ 50 ദിവസം അല്ലെങ്കിൽ 40 ദിവസം എന്ന് പറയുന്നത് ആവശ്യത്തിലധികമാണ്, ധാരാളമാണ് പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ. അതെങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പഠിച്ചു തുടങ്ങുമ്പോൾ എല്ലാവർക്കും മിസ്റ്റേക്സ് പറ്റും, എല്ലാവർക്കും നിർത്തി പോകാൻ തോന്നും, അല്ലെങ്കിൽ ഇതൊന്നും സെറ്റ് ആവുന്നില്ല എന്ന് തോന്നും. കൂടിപ്പോയാൽ 3 ദിവസം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ട്രാക്കിലാകും. പിന്നെ ഇനി അങ്ങോട്ട് വരുന്ന മോഡൽ എക്സാമും പബ്ലിക് എക്സാമും നിങ്ങൾക്ക് പുഷ്പം പോലെ എഴുതാനും പറ്റും, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ. ഇപ്പോൾ ഒട്ടും പഠിക്കാത്തൊരു വിദ്യാർത്ഥിക്ക് ഫുൾ A+ ഒന്നും അഷ്യൂർ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വെച്ച് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും 2 മടങ്ങ് റിസൾട്ട് നിങ്ങൾക്ക് 100% ഉറപ്പാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ ഗോൾഡൻ റൂൾസ് ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഫോർ 90% മാർക്കിന്. എന്താണ്? ഒന്ന്, നിങ്ങളുടെ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കുമാണ്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫോക്കസ് ഏരിയ നോക്കി പഠിക്കണം. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റൈറ്റ് മെന്റർഷിപ്പ് നിങ്ങളുടെ അധ്യാപകരിൽ നിന്ന് എടുക്കാം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നേരെ വിട്ടോ HSS ലൈവ് റിപ്പോർട്ടറിൽ. അവിടെ പോയിട്ട് കഴിഞ്ഞ 2 വർഷത്തെ SSLCയുടെ ആണെങ്കിലും +2യുടെ ആണെങ്കിലും ഓരോ സബ്ജക്റ്റിനെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ വെക്കുക. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. അത് റൈറ്റിംഗ് എല്ലാം വാരി പിടിച്ച് എഴുതണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഏതാണ് ഏറ്റവും മാർക്ക് കുറവുള്ള സബ്ജക്റ്റ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കെമിസ്ട്രിക്കാണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് കുറവ്. റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മൾ ഈ പഠിക്കുമ്പോൾ എഴുത്ത്, വായന, അതുപോലെ തന്നെ നിരീക്ഷണം, അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്നത് റൈറ്റിംഗ് ആണ്. നിങ്ങൾ എഴുതിയ കാര്യം ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. മാത്സിലൊക്കെ നിങ്ങൾക്ക് ഇക്വേഷൻസ് മറന്നു പോകുന്നുണ്ടോ, നിങ്ങൾ ജസ്റ്റ് എഴുതി നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലോ ഒക്കെ ഒട്ടിച്ച് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. ദെൻ റിവിഷൻ. നിങ്ങൾ കുറേ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചിട്ട് അന്നേ ദിവസം രാത്രി അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ റിവിഷൻ ചെയ്യുമോ. ഗോൾഡൻ റൂളാണ്. നിങ്ങൾ പഠിച്ച കാര്യം ഒരിക്കലും മറക്കില്ല. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു എന്നല്ല, പഠിച്ചത് എത്രത്തോളം എഫക്റ്റീവായിട്ട് റിവൈസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. ദെൻ നന്നായിട്ട് ഉറങ്ങുക. ഓക്കെ, ഈ പഠനമൊക്കെ വരുമ്പോൾ നന്നായിട്ട് ഈ അവസാന സമയങ്ങളിൽ ഉറങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ പഠിച്ചാലും അത് മറന്നു പോകാനും അത് ഓർമ്മ കിട്ടാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞാനിതിനെ ഒരു 4 ഫേസായിട്ട് തിരിക്കാം. ഒന്നാമത്തെ ഫേസ് ഇപ്പോൾ 7 ദിവസമാണ്, ഇന്ന് ജനുവരി 26 അടുത്ത 15 ദിവസം എന്ത് ചെയ്യുക, നിങ്ങൾ കൺസെപ്റ്റും സിലബസും സിമ്പിളായിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്നത് കംപ്ലീറ്റ് ടെക്സ്റ്റ് മരച്ച് കളിക്ക് പഠിക്കാനൊന്നുമല്ല. നിങ്ങളുടെ ഓരോ സബ്ജക്റ്റായിട്ട് എടുക്കുക. ഫോർ എക്സാമ്പിൾ SSLCക്ക് 10 സബ്ജക്റ്റ് ഉണ്ട്. ഈ 10 സബ്ജക്റ്റിൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് വരെ പഠിച്ച ഏകദേശ ധാരണ ഉണ്ടായല്ലോ. മറ്റും ഇനി ബാക്കിയും കൂടി പഠിച്ച് തീർക്കുക എന്നുള്ളതാണ്. അതായത് ഓരോ സബ്ജക്റ്റിലും സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ് ബേസിക് കൺസെപ്റ്റ്. വലിയ ധാരണയൊന്നും വേണ്ട, ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ഫിസിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ഏതൊക്കെ ലോസ് ആണുള്ളത്, എന്താണ്. ഇപ്പോൾ കെമിസ്ട്രി ആണ് എടുക്കുന്നതെങ്കിൽ അത് എങ്ങനെ, ഓക്കെ, ഒരു ബേസിക് കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുക, സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതുവരെ സമയമുണ്ട്? ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ അടുത്ത മാസം ഫെബ്രുവരി 11 വരെ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സമയമുണ്ട്. ആ സമയത്ത് മോഡൽ എക്സാമിൻ്റെ തിരക്കുകൾ വരും, ഓൺ ദ വേ ആണ്. ഓക്കെ,
ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്ത 15 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക. 15 ദിവസം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ സ്മാർട്ട് റൂൾ പറഞ്ഞുതരാം. ഈ അടുത്ത 15 ദിവസത്തിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഓരോ ദിവസം ഒരു മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിന് വേണ്ടി സമയം എടുക്കുക. ഇപ്പോൾ ഒരു ദിവസം മലയാളമാണ് എങ്കിൽ അടുത്ത ദിവസം എന്ത് ചെയ്യുക, നിങ്ങൾ ആകെ 10 സബ്ജക്റ്റ് അല്ലേ ഉള്ളൂ. +2 കാർക്കാണെങ്കിൽ എത്ര സബ്ജക്റ്റ് ഉണ്ട്? 6 സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് ഓരോ ദിവസവും ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കുത്തിയിരുന്ന് കാണാതെ എഴുതാനൊന്നുമല്ല. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എടുത്ത് വെക്കുക, അതിൻ്റെ ആൻസർ തപ്പിപ്പിടിക്കുക, രണ്ടും കൂടി മാച്ച് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, നിങ്ങളുടെ പരീക്ഷാ ഹോളിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, എവിടെ നിന്നാണ് വരാൻ പോകുന്നത്, എങ്ങനെയാണ് അത് എഴുതേണ്ടത് എന്നൊരു ധാരണ കിട്ടും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അടുത്തൊരു 20 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന പോലെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുകയും ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഡെയിലി അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബേസ് കിട്ടും. ഒരു ബേസ് എന്നല്ല, എബോവ് ആവറേജ് ഒരു ബേസ് കിട്ടും. അത് കഴിഞ്ഞ് മോഡൽ എക്സാം ചെയ്യുക. മോഡൽ എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മാർക്ക് വെച്ച് ആ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ അതേ സ്ട്രാറ്റജി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഫൈനൽ റിവിഷനും ഈ പറയുന്ന ഗ്യാപ്പുകൾ നികർത്തുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഡെയിലി ടൈം ടേബിളിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, ഒരു 4 മണിക്കൂർ കണ്ടുപിടിച്ചാൽ മതി. രാവിലെ 2 മണിക്കൂർ, സ്കൂളുള്ള ദിവസങ്ങളിലാണെങ്കിൽ വൈകുന്നേരം 2 മണിക്കൂർ. ഈ 2 മണിക്കൂറിൽ 1 മണിക്കൂർ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആ പറഞ്ഞ രാവിലത്തെ 2 മണിക്കൂർ നിങ്ങൾ കൺസെപ്റ്റ് അടുത്ത 15 ദിവസം ഇതുപോലെ ഓരോ സബ്ജക്റ്റായിട്ട് എടുത്തിട്ട്, ഓരോ പാഠഭാഗങ്ങളായിട്ട് എടുത്തിട്ട്, ഒരു പാഠഭാഗത്തിന് 1 മണിക്കൂറിന് കൂടുതലൊന്നും നിങ്ങൾ കൊടുക്കണ്ട. കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കുന്നത്, കംപ്ലീറ്റ് സിലബസ് അല്ല അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ സിലബസ് ആൻഡ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രസന്റേഷനോ ഈ പറഞ്ഞ ഒരുപാട് ടൂൾസ് ഉണ്ട്, അതിൻ്റെ നോട്ട്സ് ഉണ്ട്, സിമ്പിൾ നോട്ട്സ് ഉണ്ട്, അതിൻ്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ചെയ്യാം. ദെൻ ക്വസ്റ്റ്യൻ വൈസ് പ്രാക്ടീസ് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. സോ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് നിങ്ങൾക്ക് അഡീഷണൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ദെൻ മോഡൽ എക്സാംസ് ആണ്. സോ എത്രത്തോളം എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല. തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. കാരണം ചുരുങ്ങിയ ദിവസമാണ് മുന്നിലുള്ളത്. ഞാൻ ഈ പറഞ്ഞ പോലെ റിവിഷൻ ട്രിക്കും പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ രാവിലത്തെ ഓരോ ദിവസത്തെയും സമയം, ശനി ഞായറൊക്കെ ആണെങ്കിൽ ട്യൂഷനൊക്കെ ഉള്ളത് എത്ര പേർക്കാണെന്ന് അറിയില്ല, എന്നാലും അഡീഷണൽ സമയം എടുക്കാം. നിങ്ങൾ ഓരോ സ്ഥലത്തും പോയി പഠിക്കുന്നതിലല്ല, സ്വന്തമായിട്ടൊരു അനാലിസിസ് നടത്തി എത്രത്തോളം സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അല്ല എങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് വെച്ച് തന്നെ പഠിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, ജസ്റ്റ് അന്ന് തന്നെ രാത്രി പോയി റിവൈസ് ചെയ്യുക, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആണെങ്കിലും അതിനെയും സ്റ്റഡി ചെയ്യുക ബേസായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അല്ല എങ്കിൽ പണി പാളും. സോ വ്യക്തമായിട്ട് നോക്കിയാൽ കൃത്യമായിട്ടുള്ള സമയമുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക്. അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും ഇനി 1.5 മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട്. സോ പേടിക്കാൻ ഒന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഏതവസ്ഥയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ ഗോൾഡൻ റൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു റൈറ്റ് മൈൻഡ് സെറ്റ് ഇന്ന് രാത്രിക്ക് അകത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നാളെ രാവിലെ 2 മണിക്കൂർ മാറ്റി വയ്ക്കാനുണ്ടോ, വൈകുന്നേരം 2 മണിക്കൂർ മാറ്റി വയ്ക്കാനുണ്ടോ, പഠിച്ചു തുടങ്ങിക്കോ, കൺസെപ്റ്റ് ക്ലിയർ ആക്കിക്കോ. അത് കഴിഞ്ഞ് PYQs പ്രാക്ടീസ് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്തോ. ദെൻ എന്ത് ചെയ്യാം, 15 ദിവസം കഴിഞ്ഞ് നമ്മൾ റിവിഷൻ ചെയ്യും. പക്ക സെറ്റ് നിങ്ങൾക്ക് A+ എന്ന് പറയുന്ന സ്വപ്നം ഇനി വിദൂരമല്ല, കൃത്യമായിട്ട് കിട്ടും. സോ മടിക്കേണ്ട, തുടങ്ങിയ ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം തരുന്നു. ഡു സബ്സ്ക്രൈബ്.